ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് DJIയുടെ ഓസ്മോ പോക്കറ്റ് 4P എന്ന ഈ ഒരു ക്യാമറയുടെ ഇതിൻ്റെ റിവ്യൂ, അതുപോലെ ഇത് എങ്ങനെയുള്ളവർക്കെല്ലാമാണ് ഗുണം ചെയ്യുക, അതുപോലെ നിങ്ങൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ DJIയുടെ മോഡലാണിത്. ഇതിൽ നിങ്ങൾക്ക് ഡുവൽ ക്യാമറ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അൺബോക്സിങ് എല്ലാം കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത് എന്നെല്ലാം നോക്കാം. ഇതാണ് നമ്മുടെ ഈ ഒരു ക്യാമറ. വളരെ കൺവീനിയൻ്റ് ആയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അതുപോലെ ഇപ്പോൾ പഴയ വേർഷനെ എല്ലാം അപേക്ഷിച്ച് നല്ല ക്ലാരിറ്റിയും, അതുപോലെ നിങ്ങൾക്ക് D-Log2 തന്നെ ഷൂട്ട് ചെയ്യാനും അത് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ട്രാക്കിംഗ് എല്ലാം ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫേസ് എല്ലാം ഇതുപോലെ ഇവിടെ ട്രാക്ക് ചെയ്യുന്നതെല്ലാം കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ ടച്ച് ചെയ്താൽ മാത്രം മതി സ്ക്രീനിൽ. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ഈ ട്രാക്കിംഗ് എല്ലാം കൊടുക്കുമ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും മാറുന്നുണ്ടെങ്കിലും അതെല്ലാം ഇത് ഓട്ടോമാറ്റിക്കായി ആ ഒരു ട്രാക്കിംഗ് എല്ലാം ചെയ്ത് നമ്മുടെ ഫേസ് എല്ലാം തന്നെ കുറച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 1x അതുപോലെ 3x സൂമിങ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്, അതായത് നമ്മുടെ ഇതിൻ്റെ വലുപ്പം എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്റ്റെൻഡർ എല്ലാം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഓസ്മോ പോക്കറ്റ് 4P ഈ ഒരു വ്ളോഗ് കോംബോ എന്ന ബണ്ടിലാണ്. ഇത്തരത്തിൽ ബണ്ടിലെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇതുപോലെയുള്ള കുറേ അധികം കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഇവിടെ ലോക്ക് ചെയ്യാനുള്ള ഒരു കാര്യമെല്ലാം വരുന്നത്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്യുക വഴി ഇത് പിന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താലാണ് ഈ ഒരു പോർഷൻ നമുക്ക് പിന്നീട് റിമൂവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ പല വീഡിയോസ് ഞാനിത് കണ്ടിരുന്നുവെങ്കിലും എനിക്കൊരു ഡൗട്ടെല്ലാം ഉണ്ടായിരുന്നു, ഈ ഒരു USB ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത് എന്ന്. എന്നാൽ ഇവിടെ ഈ സൈഡിലായി 2 ലോക്കിംഗ് എല്ലാം ഉണ്ട്. ആ ഒരു ലോക്കിംഗ് എല്ലാം കറക്റ്റായി വരുമ്പോഴാണ് ഇത് ഇതുപോലെ റിമൂവ് ആകാത്തത്. അതിനുശേഷം നമുക്കൊരു സ്മോൾ ട്രൈപോഡ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ട്രൈപോഡാണ് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വളരെ ഈസിയായി നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായ ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വ്ളോഗിങ് എല്ലാം റെഡിയാക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്കാണ് എങ്കിൽ കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പെസിഫിക്കേഷൻ എല്ലാം ഇതിൽ വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് 4K എല്ലാം റെക്കോർഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യാം. ഷോർട്സ് വീഡിയോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ നിങ്ങൾക്ക് 4K റെക്കോർഡിംഗ് ഇല്ല, 3K എല്ലാമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി എനിക്ക് 4Kയിലേക്കെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരുവിധ ക്യാമറകളിലും DSLR അതുപോലെ മിറർലെസ്സിലെല്ലാം തന്നെ നമുക്ക് 4K ഈ ഒരു വേർട്ടിക്കലിലെല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ കുറച്ച് ഡിസഡ്വാൻറ്റേജായി എനിക്ക് തോന്നി. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് തോന്നി. അതുപോലെ ഇത് നമുക്ക് ഈ ഒരു ട്രൈപോഡിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് റെക്കോർഡ് ചെയ്യാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ ഇത് നമുക്ക് വരുന്നതിന് ശേഷം ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് എല്ലാം ഉണ്ട്. ഈ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതിൻ്റെ ഹെഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇതുപോലെ ജോയ്സ്റ്റിക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് വരേണ്ടതെങ്കിൽ ഇതുപോലെ ജസ്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നീക്കുമ്പോൾ നമുക്ക് ആ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്ത് തന്നെ ഇതിൻ്റെ ലെൻസ് എല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പല ആളുകൾക്കുമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ക്യാമറ എല്ലാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് ലെൻസ് എല്ലാം വാങ്ങണം. അതുപോലെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണമെന്നില്ല. അതായത് നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ടൂറെല്ലാം പോകുന്നു, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും വിസിറ്റിങ്ങിനെല്ലാം പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസ് എല്ലാം വിട്ട് നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോകുന്നുവെങ്കിലെല്ലാം ഈ ഒരു ക്യാമറ എല്ലാം ക്യാരി ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം അതിൻ്റെ വെയിറ്റ്, അതുപോലെ അതിൻ്റെ ലെൻസ് ആണെങ്കിലും ഇങ്ങനെ നമുക്കതൊരു വളരെ ഈസിയായി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അത് യൂസ് ചെയ്ത് വ്ളോഗ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകാം. അതിനാൽ തന്നെ വ്ളോഗിങ് എല്ലാം മെയിനായി എടുക്കുന്നവർക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണിത്. ഇനി ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഓണാക്കാൻ സാധിക്കുന്നുണ്ട്.
ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓണാക്കാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓണായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഓഫ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഇതുപോലെ വെർട്ടിക്കൽ രീതിയിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഓഫായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേർട്ടിക്കൽ വീഡിയോ എല്ലാം എടുക്കണമെങ്കിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ഓഫാകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഓണായതിന് ശേഷം വീണ്ടും വെർട്ടിക്കലിലേക്ക് പോകുമ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്ന് 2 സെക്കൻഡ് നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ കണ്ടിന്യൂ എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇതിൽ നിന്നും ഇത് ഓഫാകുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വെർട്ടിക്കൽ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാം. അതുപോലെ എനിക്ക് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഷൂട്ടെല്ലാം ചെയ്ത സമയത്ത് ഇതിൽ കുറച്ച് ഹീറ്റിംഗ് എല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ റെസൊല്യൂഷനിലെല്ലാം നമ്മൾ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് എല്ലാം സംഭവിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയി നമ്മൾ കുറേ നേരമെല്ലാം യൂസ് ചെയ്യുമ്പോഴാണ് ആ ഹീറ്റിംഗ് എല്ലാം വരുന്നത്. എന്നാൽ ഇങ്ങനെ ഈ ഒരു ഫേംവെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്താൽ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം സോൾവ് ആകുമോ എന്ന് എനിക്കറിയില്ല. നിലവിൽ എനിക്ക് ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു കോംബോയിൽ ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മിനി മൈക്കാണ്. അതായത് മിനി മൈക്ക് 2 എന്ന വേർഷനാണ് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അതായത് DJIയുടെ ഈ ഒരു ട്രാൻസ്മിറ്റർ മാത്രമാണ് നമുക്ക് ലഭിക്കുക. റിസീവർ ഇതിനുള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഓഡിയോ എല്ലാം തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റിസീവറിലും എനിക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ 4P എന്നത് ഇതിലെ ഏറ്റവും ടോപ്പ് മോഡലാണ്. എന്നാൽ 4 എന്നത് നിങ്ങൾക്ക് ഒരു ക്യാമറയെല്ലാം യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനിലുള്ളതെല്ലാം ഉണ്ട്. എന്നാൽ അതിനോടൊപ്പം അവർ നൽകിയിരിക്കുന്നത് DJIയുടെ മൈക്ക് 3 എല്ലാമാണ്. അത്തരത്തിലാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇറങ്ങിയതിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു കോംബോ പാക്കിൽ വരുന്നത് DJIയുടെ പഴയ അല്ലെങ്കിൽ പുതിയ വേർഷൻ തന്നെയാണ്. പക്ഷേ നമുക്ക് DJIയുടെ മൈക്ക് 3 അല്ല, മൈക്ക് മിനി 2 ആണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിലും ഒന്നുകൂടി ബെറ്ററാണ് മൈക്ക് 3 എന്നത്. അതിൻ്റെ ട്രാൻസ്മിറ്റർ എല്ലാം നമുക്ക് ലഭിക്കുകയായിരുന്നുവെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഓഡിയോ ക്വാളിറ്റി എല്ലാം ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ DJI Osmo Pocket 4Pയിൽ നിങ്ങൾക്ക് ഈ DJI മൈക്ക് 3യുമായി വരുമായിരിക്കാം. എന്നാൽ നിലവിൽ എനിക്കിത് കാണാൻ സാധിക്കുന്നില്ല. ഇനി DJI മൈക്ക് 2വിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു മൈക്കിൻ്റെ ഈ ഒരു കവറെല്ലാം തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് മാത്രമാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ വൈറ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് വേണമെങ്കിൽ എല്ലാം സെറ്റ് ചെയ്യാം. എന്നാൽ DJIയുടെ മൈക്ക് മിനി 2വിൽ നിങ്ങൾക്ക് ഇത് ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവർ എല്ലാം കൂടി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് കവേഴ്സ് എല്ലാം പല കളറിലുള്ളതെല്ലാം ലഭിക്കും. എന്നാൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് മാത്രമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ റൊട്ടേഷൻ ക്ലിപ്പ് എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ നമുക്കൊരു മാഗ്നറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഈ ഡ്രസ്സിലെല്ലാം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനെല്ലാം വളരെ ഈസിയാണ്. അതുപോലെ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ബട്ടൺ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പെയറിംഗ് ബട്ടൺ എല്ലാം ഉണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഈ ഒരു ഡിവൈസുമായി ഇത് പെയർ ആകുന്നുണ്ട്. അതിനാൽ തന്നെ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ ഈസിയായി നിങ്ങൾക്ക് ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാൻ ഇത്തരത്തിൽ ഈ ഒരു ഡിവൈസ് എല്ലാം യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആദ്യം അതിൽ റിസീവർ എല്ലാം കണക്ട് ചെയ്യണം. ഇനി അല്ല DJIയുടെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. ഐഫോണിലെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ബ്ലൂടൂത്ത് വഴി തന്നെ ഈ ഒരു ട്രാൻസ്മിറ്റർ മാത്രമാണ് ഉള്ളതെങ്കിൽ കൂടി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. പക്ഷേ അവിടെ വരുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓഡിയോ ക്ലാരിറ്റി അത്രത്തോളം നല്ലതായിരിക്കില്ല. എന്നാൽ ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റവുമായി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ ബ്ലൂടൂത്ത് വഴിയെല്ലാം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും.
നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റായി മൊബൈലിന് മാത്രമായി വാങ്ങുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ട്രാൻസ്മിറ്റർ എല്ലാം വാങ്ങാൻ വേണ്ടി പറയില്ല. റിസീവർ പ്ലസ് ട്രാൻസ്മിറ്റർ എല്ലാം വാങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നല്ല ഓഡിയോ ക്വാളിറ്റി എല്ലാം ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഡിസഡ്വാൻറ്റേജസ് എല്ലാമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വേർട്ടിക്കൽ വീഡിയോസ് എല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് വളരെ ക്ലോസ് ആയെല്ലാം വയ്ക്കുമ്പോൾ ചില ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഫേസ് കുറച്ച് എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് ബൾജ് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ ചെറിയ ഒരു വ്യത്യാസം നമുക്ക് മറ്റു ക്യാമറകളുമായി നോക്കുമ്പോൾ ഇവിടെ തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് വിട്ട് വയ്ക്കുകയാണെങ്കിൽ, വളരെ ക്ലോസ് അല്ലാതെ കുറച്ച് വിട്ട് വെച്ചൊരു ഷോർട്സ് വീഡിയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സൂം ഓപ്ഷൻ എല്ലാം ലഭിക്കും. ആ ഒരു സൂം എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു പ്രശ്നമെല്ലാം തന്നെ സോൾവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എനിക്ക് ഒരു ദിവസം മുന്നേ കിട്ടിയിട്ടേ ഉള്ളൂ. അതിനാൽ തന്നെ കൂടുതലായി ഞാൻ കംപ്ലീറ്റായി ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നത്. ഇനി ഇതിനോടൊപ്പം ലഭിക്കുന്ന ഒരു ക്യാരി പൗച്ചാണിത്. അതുപോലെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം ക്യാരി ചെയ്യുന്നതിന് മറ്റൊരു പൗച്ച് കൂടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പൗച്ച് തന്നെയാണിത്. അതിൽ നമുക്ക് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനോടൊപ്പം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്ക്രീനെല്ലാം തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇത് എവിടെയെങ്കിലും കുറച്ച് ദൂരത്ത് വെച്ച് എല്ലാം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഓൺ ചെയ്യുന്നു എന്ന് കരുതുക. ഇത്തരത്തിൽ ഈ ഡിവൈസ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു ഡിവൈസിലും ജസ്റ്റ് ഒരു ഓൺ ബട്ടൺ എല്ലാം ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായി ഇവിടെ നിന്ന് തന്നെ കാണാനെല്ലാം സാധിക്കും. അതായത് നമ്മുടെ ഈ ഡിവൈസ് എല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിൽ കണക്റ്റ് ആവുകയും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന അതേ കാര്യം നമുക്ക് ഇവിടെ ഈ ഒരു ചെറിയ സ്ക്രീനിലെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇവിടെ ജോയ്സ്റ്റിക്ക് എല്ലാം യൂസ് ചെയ്ത് ഈ ഒരു ലെൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലെൻസ് എല്ലാം മൂവ് ആകുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ലെൻസ് എല്ലാം ഇവിടെ മൂവ് ആകണമെങ്കിലും ഈ ഒരു ജോയ്സ്റ്റിക്ക് എല്ലാം യൂസ് ചെയ്യാം. വളരെ നല്ലൊരു കാര്യമാണിത്. കുറച്ച് ലോങ്ങിലെല്ലാം വെച്ച് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നവർക്ക് ഏറെ ഗുണം ചെയ്യും. വളരെ കൺവീനിയൻ്റായ ഒരു പ്രൊഡക്റ്റാണ്, വളരെ സ്മോളായ ഒരു പ്രൊഡക്റ്റാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പലരും കരുതുന്നത് പോലെ ഇത്തരത്തിൽ ഈ ഒരു ഡിവൈസ് എല്ലാമായി നമുക്ക് യാത്രയെല്ലാം പോകാം. എന്നാൽ ഇതിൽ വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് എല്ലാമാണ്. ഇപ്പോൾ ഒരു DSLR അല്ലെങ്കിൽ മറ്റു ക്യാമറകളെ സംബന്ധിച്ചെല്ലാം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കാനോൺ 9D എന്ന ഈ ഒരു ക്യാമറയാണ്. പഴയ ഒരു DSLR ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ക്യാമറയിൽ എനിക്ക് ബാറ്ററി എല്ലാം തന്നെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ ബാറ്ററി നല്ല ഹൈ റെസൊല്യൂഷനിലെല്ലാം വീഡിയോ എടുക്കുമ്പോൾ അത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിനാൽ തന്നെ നമുക്ക് പവർ ബാങ്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായിരിക്കും. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ബാറ്ററി എല്ലാം തീർന്നു പോവുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ മറ്റൊരു അഡ്വാൻറ്റേജ് കമ്പനി പറയുന്നത് വളരെ ഫാസ്റ്റായി നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും. കുറച്ച് നേരമെല്ലാം വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫാസ്റ്റായി ചാർജ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ചാർജ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും റെക്കോർഡിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജായി നമുക്ക് കാണാം. ഇനി ഇതിനോടൊപ്പം കിട്ടിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് എല്ലാമാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യമൊന്നും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ജസ്റ്റ് ഇതുപോലെ ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ലൈറ്റ് വാം വേണമെങ്കിൽ അതുപോലെ നമുക്ക് ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇപ്പോൾ നിങ്ങൾ ഒരു രാത്രി എല്ലാം ആണെങ്കിലെല്ലാം തന്നെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. കാരണം ഈ ഒരു ലൈറ്റ് അത്യാവശ്യം നല്ലൊരു ലൈറ്റ് എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് അല്ലെങ്കിൽ കറണ്ട് എല്ലാം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇത് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ മൊബൈലിലെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവർക്ക് അവർക്ക് മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാൾ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് ഈ ഒരു ഡിവൈസ് എല്ലാം യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ക്യാമറയുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറയിൽ നിന്നും കുറച്ച് ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനും ക്യാമറയ്ക്കും ഇടയിലുള്ള ഒരു ഡിവൈസ് എന്ന രീതിയിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. എന്നാൽ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ 4K എല്ലാം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സൂം ചെയ്ത് ഷൂട്ട് ചെയ്യാനും അതുപോലെ ഈ D-Log 2 എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിവൈസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അത് വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഇൻബിൽട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് എക്സ്ട്രാ കാർഡ് നമുക്ക് ഇവിടെയാണ് ഈ ഒരു കാർഡ് പോർട്ട് എല്ലാം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ മൈക്രോ എസ് ഡി ആണ് എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും മൈക്രോ എസ് ഡി ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു മൈക്രോ എസ് ഡി വേണമെങ്കിൽ എക്സ്റ്റേണലായി യൂസ് ചെയ്യാം. എന്നാൽ അതിൽ കൂടുതലായി നിങ്ങൾക്ക് ഇതിൽ 103 GB ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത്രത്തോളം ഈ ഒരു ഇൻറ്റേർണൽ റെക്കോർഡിംഗ് തന്നെ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും എടുത്തു പറയേണ്ട ഒരു അടിപൊളി സംഭവം തന്നെയാണ്. കാരണം പഴയ ഓസ്മോ പോക്കറ്റ് 3-ൽ വ്യത്യസ്തമായി നിങ്ങൾക്ക് ഈ സ്റ്റോറേജ് എല്ലാം തന്നെ ഇൻബിൽട്ടായി ലഭിക്കുന്നു എന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല ഒരു പ്രൊഡക്റ്റ് എല്ലാം വാങ്ങുമ്പോൾ. ഇനി വരുന്നത് കുറച്ച് കേബിൾസ് എല്ലാം വരുന്നുണ്ട്. അതായത് 3 കേബിളാണ് ഇതിനോടൊപ്പം വരുന്നത്. അതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ നിങ്ങൾ യാത്രയെല്ലാം പോകുമ്പോൾ ഈ ഒരു 3 കേബിളും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കരുതേണ്ടത് അത്യാവശ്യമാണ്. ഇത് എന്തിനെല്ലാം എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യമായി ഇത്തരത്തിൽ വരുന്ന ഈ ഒരു കേബിൾ നമുക്ക് ഈ ഡിവൈസ് ഓസ്മോ പോക്കറ്റ് 4P ഇത് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർജറുമായോ എല്ലാം കണക്ട് ചെയ്ത് ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഒരു കേബിൾ. ഇനി മറ്റൊരു കേബിൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോഫോൺ എല്ലാം ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മൈക്രോഫോൺ എല്ലാം തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കേബിൾ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഡിവൈസ്, അതായത് നമ്മുടെ എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്പ്ലേ എല്ലാം തന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 3 കേബിൾ അഡീഷണലായി നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്രയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അതുമല്ലാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കാര്യം നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നി. അതായത് ഇതിൽ ഡുവൽ ക്യാം എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ ക്യാം ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഇത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ ഇവർ തന്നിരിക്കുന്ന ഈ ഒരു പൗച്ചിലൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിനായി നിങ്ങൾ അഡീഷണലായി ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊരു പൗച്ചൊന്നും കാണാൻ സാധിക്കുന്നില്ല. നല്ല ക്വാളിറ്റി പൗച്ച് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഇതുപോലെ നിങ്ങൾക്ക് വയ്ക്കുന്നതിനുള്ള ഒരു സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നിങ്ങൾ നടത്തേണ്ടി വരും. കാരണം അതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലെൻസ് ഇതെല്ലാം തന്നെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് ഇതൊന്ന് വീണ് പോവുകയെല്ലാം ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡാമേജ് എല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഡിവൈസാണ്. അതിനാൽ തന്നെ വളരെ കെയർഫുള്ളായി യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ക്യാമറയാണെങ്കിൽ കൂടി നിലത്ത് വീണാൽ കംപ്ലൈൻ്റ് എല്ലാമാണ്. പക്ഷേ അതിൽ ഉപരി ഈ ഒരു ചെറിയ കാര്യമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനൊരു ക്യാരി പൗച്ച്, പ്രൊട്ടക്റ്റീവ് പൗച്ച് എല്ലാം തന്നെ നിങ്ങൾ അഡീഷണലായി കാണേണ്ടതുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ആദ്യം നമ്മൾ ഇത് ഓൺ ചെയ്ത സമയത്ത് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒരു സ്കാനിങ് ഓപ്ഷൻ എല്ലാം വരും. അതായത് ഇവരുടെ DJI മിമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സ്കാനർ എല്ലാമാണ് വരുന്നത് സ്ക്രീനിൽ. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു മിമോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ ഇമെയിൽ ID എല്ലാം കൊടുത്ത് അല്ലെങ്കിൽ ഫോൺ നമ്പർ എല്ലാം കൊടുത്ത് ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതിന് നിങ്ങൾക്കൊരു പാസ്വേഡ് എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ID പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ ലോഗിൻ ചെയ്യുക. ഇങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു വൈഫൈയുമായി കണക്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ ഡിവൈസുമായി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇത് ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു മിമോ ആപ്പുമായി നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആകും. ഇങ്ങനെ കണക്റ്റ് ആകുന്ന സമയത്ത് തന്നെ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഡിവൈസിൻ്റെ ഫേംവെയർ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മിമോ ആപ്പിൽ പോയി അപ്ഡേറ്റ് കൊടുക്കുക.
ഇത്തരത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസിലെല്ലാം തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് മീമോ ആപ്പിൽ തന്നെ DJI മിനി മൈക്ക് 2ൻ്റെ ഇതും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനും അതുവഴി നിങ്ങളുടെ ഫേംവെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യവും ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ കുറേ കാര്യങ്ങളെല്ലാം ഇതിൽ അല്ലെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ലേറ്റസ്റ്റ് വേർഷൻ ഫേംവെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് ഗുണം ചെയ്യും. അതിനാൽ തന്നെ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മറക്കാതിരിക്കുക. അതുപോലെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി എല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ, കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് റിവ്യൂവിൽ ഞാൻ കണ്ടൊരു കാര്യമാണ് മിറർലെസ് ക്യാമറയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ നല്ല മികച്ചതായ ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ ഈ ഒരു 4P മോഡലിലെല്ലാം വന്നിട്ടുണ്ട് എന്നത്. അത് ക്ലാരിറ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. എങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു മിറർലെസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഡിപ്പെൻസ് ആണ്. അതായത് നമ്മുടെ ആവശ്യം എന്താണ്. ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ വളരെ കൺവീനിയൻ്റായി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക, സംഭവം ഓപ്പണായി, അതിനുശേഷം മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. മൈക്ക് ഇതിലേക്ക് കണക്റ്റായി നിങ്ങൾക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ വ്ളോഗിങ് എല്ലാം കൂടുതലായി ചെയ്യുന്നവർക്കെല്ലാം വളരെ യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. നമുക്ക് ഇതിനെ മികച്ച ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മിമോ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ്, ഫോട്ടോസ് എല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്കെല്ലാം ഇത് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. ട്രാൻസ്ഫർ സ്പീഡ് എല്ലാം തന്നെ ഇപ്പോൾ എനിക്ക് ക്യാനോണിൻ്റെ ഈ 90Dയിൽ ഇതുവഴി എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും എന്നാൽ ഈ ഒരു മിമോ ആപ്പിൽ നിന്നും ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇതിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഫാസ്റ്റ് എല്ലാം ആകുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൽ അഡീഷണലായി ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. എഡിറ്റർ, അതുപോലെ മറ്റു കുറേ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇത് കംപ്ലീറ്റായി ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ജസ്റ്റ് നമ്മൾ ഇത് കണക്ട് ചെയ്തപ്പോഴേക്കും ഞാൻ ഈ ഒരു ഡിവൈസിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഒരു ഗാലറിയിലേക്ക് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് ഫോണിലേക്ക് സേവ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് മറ്റു സവിശേഷതകളും അതുപോലെ തന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതിനാൽ തന്നെയാണ് ഒരുപാട് പേർ അവർക്ക് ഈ ഒരു മിറർലെസ് എല്ലാം താല്പര്യമാണെങ്കിൽ കൂടി അത് ക്യാരി ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് ഈസി അല്ലാത്ത രീതിയിൽ, അതുപോലെ കൺവീനിയൻസിൻ്റെ കാര്യമെല്ലാം നോക്കുമ്പോൾ പലരും ഇത്തരത്തിലുള്ള ഈ ഒരു ഡിവൈസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്